ഐക്യത്തിന്റെ ഇസ്ലാമിക വിജ്ഞാനകോശം. നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ സമസ്ത പ്രവർത്തകന്മാരെ ഞങ്ങൾ വെച്ചിട്ട് നീ നിന്റെ കാര്യം പറ. നിങ്ങളുടെ ഇസ്ലാമിക വിജ്ഞാനകോശത്തിന്റെ മഹാനായ പുണ്യ മുഹമ്മദ് മുസ്തഫ യുടെ കവാടത്തിൽ പോയിട്ട് പാട്ട് പാടി പേരിൽ ഈ അറബ് രാജാക്കന്മാരെ ബഹുമാനിക്കുന്ന, അറബ് രാജാക്കന്മാരെ മുന്നിൽ പ്രവാസം നടത്തുന്ന എത്ര വിദ്യാർത്ഥിന്റെ നേതാക്കന്മാർ കേരളത്തിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ അറബ് നാട്ടിൽ ഒരു റോഡുണ്ടോ? പായിപ്പിൽ റോഡുണ്ട്. പായിപ്പിൽ റോഡുണ്ട്. സൗദി അറേബ്യയിൽ പായിപ്പിൽ റോഡ്. ആരുടെ പേരിൽ? ആരുടെ പേരിൽ? മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി ആരുടെ ശിഷ്യൻ മൗലത്തബീല മമ്പുറം റഹ്മത്തുള്ളാഹി അലൈഹി അതിമനുഷ്യനായ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ജമാഅത്തിനെ അടിസ്ഥാനപ്പെടുത്താൻ ഇവിടെ ഒരാൾ വിചാരിക്കുന്നത്. അത് സംരക്ഷിക്കുകയാണ് സമസ്തയുടെ ധർമ്മം. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത സംരക്ഷിച്ചു പോയി. ദീനിന്റെ അടയാളങ്ങൾ ദീനായി നിലനിർത്തുക. വെള്ളിയാഴ്ചയിലെ ഖുതുബ നിങ്ങൾ പ്രസംഗമാക്കി, വെള്ളിയാഴ്ചയിലെ ജുമാ നിങ്ങൾ മീറ്റിംഗുമാക്കി. അങ്ങനെയാണല്ലോ പ്രസംഗം. വെള്ളിയാഴ്ചയിലെ പ്രസംഗം ഖുതുബ എന്നാൽ പ്രസംഗമല്ലേ? പ്രസംഗം എന്നാൽ ജനങ്ങൾക്ക് തിരിയണ്ടേന്ന് പറഞ്ഞു. എല്ലാ വഹാബിസത്തിന്റെ പള്ളികളിലും തോന്നിയതുപോലെ എണീറ്റ് നിന്ന് ഓരോരുത്തരും UDF-ഉം LDF-ഉം പറയാൻ തുടങ്ങി. കണക്കും മാങ്ങ കണക്കും പറയാൻ തുടങ്ങി. സ്കൂളിൽ കുട്ടികളെ ചേർക്കാത്തോ പറയാൻ തുടങ്ങി. ഏതാണ് വെള്ളിയാഴ്ചയിലെ ഖുതുബ? ആ ഖുതുബയുടെ ഭാഷ കേവലം അറബി. അറബി എന്ന നിലയ്ക്ക് ഭാഷാപരമായ അർത്ഥം വെച്ചാൽ എങ്ങനെ പറയാവുക? ഖുതുബയുടെ ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ അത് പ്രസംഗമാണെങ്കിൽ പ്രസംഗത്തിന് ഉദു ശബ്ദമുണ്ടോ? പ്രസംഗത്തിന് ഉദു ശബ്ദമില്ല. വെള്ളിയാഴ്ച കുത്തുബക്ക് ഒന്നും ശബ്ദില്ലേ? അതല്ല നിങ്ങൾ ഇമാം മൗലവിമാര് ഒന്നുമില്ലാതെയാണോ ഇത് ചെയ്യുന്നത്? നിൽക്കുന്നത് പ്രസംഗത്തിന് നിൽക്കൽ ചെറുത്തുണ്ടോ? റഹ്മത്തുള്ള പ്രസംഗിക്കല്ലേ? റഹ്മത്തുള്ള പ്രസംഗിക്കാണോ അല്ലേ? റഹ്മത്തുള്ള ഇപ്പോൾ പ്രസംഗിക്കാണോ അല്ലേ? തീരുമാനം പറയും മനുഷ്യന്മാർ. ഇപ്പോൾ പ്രസംഗിക്കാണോ അല്ലേ? ഇരുന്ന് ചെയ്താൽ പ്രശ്നമാവൂലേ? വെള്ളിയാഴ്ച കുത്തുമ്പോ ഇരുന്ന് ചെയ്യാൻ പറ്റും. ജയിക്കാൻ കഴിയില്ലെങ്കിൽ കാലുവേദനയാണ്. അതുകൊണ്ട് നമ്മളെ കത്തീബ് ഇന്നോട്ടെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് തൽക്കാലം താഴെ ഇറങ്ങി ഇരുന്നിട്ട് ചെറുപ്പക്കാരൻ കയറി മുട്ടുകേടോ. മനസ്സിലായില്ല? നമ്മളെ ഭാവിയടിച്ച 10-50 കൊല്ലം ഇവിടെ ബോധിയില് കാല് വേദനയാണെങ്കിൽ തൽക്കാലം മുമ്പിൽ അത് പറ അങ്ങാടിലെ കമല പുസ്തകത്തിന്റെ ഉദ്ഘാടനം ഇരുന്ന് പറ്റും. എന്ത് പറ്റില്ല? പുസ്തക പ്രസംഗമല്ല. അത് അള്ളാഹുവിന്റെ ഇബാദത്താണ്. അത് നാശാക്കി. എന്റെ ഇവിടെ സമസ്ത ചെയ്തു. സമസ്ത ഇവിടെ അടിസ്ഥാനപരമായ ദീനിന്റെ അടിസ്ഥാനങ്ങൾ അങ്ങനെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചു. വെള്ളിയാഴ്ചയിലെ ഖുതുബയാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തി ജുമായെ അതിന്റെ ഖുർആനനുസരിച്ച് ബഹുമാനപ്പെട്ട ദീനനുസരിച്ച് സമസ്ത നിലനിർത്തുകയും ചെയ്യുന്നു. മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അതൊരു പോത്ത് ചക്കരല്ലാണ് സമസ്ത പഠിപ്പിച്ചു. അവിടെ ചെന്നാലും ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദുആ ചെയ്യുക. ഇത് ലോകത്തുള്ള മുത്തഖീങ്ങളുടെ كانت الأنصار إذا مات لهم الميت اختلفوا إلى قبره ويقرأون القرآن ليلا ونهارا أياما كثيرا. പിന്നെ എവിടെയോലും
നേരം വൈകിയോ എന്താ ഇവിടെ അൻസാരികളെ എന്താ അൻസാരികൾ ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ വആയത്തുൽ നിഫാഖ് ഖുബുൽ അൻസാർ എന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കൽ ഈമാനാണ്. അവസ്ഥ ഇവിടെ ഈമാൻ നടന്നത് മരിച്ചെടുത്ത് ഓരോരുത്തരും ചില ആളുകൾ മരിച്ചാൽ വൈകുന്നേരം 4 മണിക്കാണ് മയ്യത്ത് എടുക്കാം. ഒരുത്തൻ മരിച്ചു വഹാബി കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ മരിച്ചു. ഞാൻ ചിന്തിക്കും ചില ആളുകൾ വരും ഒന്നിങ്ങനെ നോക്കും എന്തോ എക്സിബിഷൻ കാണാൻ പറ്റുന്നത് നാം മയ്യത്ത് നിൽക്കുക നിൽക്കുവാൻ ദുബായ് പോകേണ്ടതാ അല്ലെങ്കിൽ പോകേണ്ടതാ കോഴിക്കോട് മാർക്കറ്റിലേക്ക് ചിലപ്പം പോവാം എക്സിബിഷൻ കാണാൻ പോകുന്നത് വന്നു മനുഷ്യന്മാര് ഒരു കാക്ക ചത്താൽ വരെ ബാക്കിയുള്ള കാക്കകൾ അവിടെ വന്നിട്ട് കാക്കാണ് മനുഷ്യന്മാർ ഒരു മുമ്പിനായ മനുഷ്യൻ മരിച്ചാൽ അവിടെ മനോരമ വായിച്ചാൽ ആരും എതിരും അറിയില്ല. അവിടെ മാതൃമ വായിക്കാം ആർക്കും എതിരില്ല. മനുഷ്യർക്ക് മനോരമ വായിക്കാൻ പാടില്ല ആരെങ്കിലും വല്ല പ്രസംഗം വരെ കേട്ടില്ല പറയും മനുഷ്യന്മാർ. മനുഷ്യർക്ക് മനോരമ വായിക്കാം, മാതൃമ വായിക്കാം, മാധ്യമം വായിക്കാം, എന്തും വായിക്കാം, ഏതും വായിക്കാം, എന്തും വായിക്കില്ല. ഇവിടെ വിദഗ്ധത്തിന്റെ കക്ഷികൾ പുറത്തിറക്കുന്ന വർത്തമാനവും മാധ്യമവും വരെ എവിടെ വായിക്കാം? മരിച്ചത് വായിക്കാം. ഇവരൊക്കെ കോഴിക്കോട്ട് നിന്ന് അച്ചടിച്ചു വിടുന്നതൊക്കെ വായിക്കാം. വായിക്കാം എന്ത് പറ്റൂല അച്ചടിച്ചു ഇങ്ങനെ ജനങ്ങളെ പൊട്ടനാക്കാൻ പറ്റൂല എന്ന് പഠിപ്പിച്ചത് സമസ്തയാണ്. എന്നാ ഇവിടെ ഓതാത്ത നിങ്ങൾ കടലിൽ കടന്ന് ഷേഖ്സാഹിബിനവിടെ പോയ ഓരോ അങ്ങനെയുണ്ട്. ഷെയ്ഖ് മൈലിസാന്ന് തുടങ്ങിയ ഓട്ടാണ്. ഇവിടുത്തെ വിരാട്ടിന്റെ നേതാക്കന്മാരൊക്കെ ദുബായിലേക്ക് ലീവിന് പോയാൽ അവിടെ പോയി ഓടിപ്പോയി അങ്ങനെ ഊതിയാലെ അവിടുന്ന് ആദ്യം മകൻ 100 കൊടുക്കും. അവിടെ 100 അവിടെ ഷെയ്ഖ് മാലിക്കൊക്കെ കൊടുക്കാം വലിയ വലിയ കെട്ട. പിന്നെ ഇവിടെ പിന്നെ കുളമ്പ് രോഗമൊന്നും ബീഫൊന്നും അല്ല അവിടെ ചോദിക്കുക. അവിടെ ഒന്നാം നമ്മൾ ചെയ്യാം. അപ്പൊ അവിടെ പോയി ഓടും. അവിടെ ഓടുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പേരും ലിസ്റ്റും എന്റെ കയ്യിലുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും തൽക്കാലം പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ഒന്ന് ചിന്തിക്കണം. അവിടെ പോയി ഓടും. ഇവിടെ സാധുക്കളായ മരിച്ച വീട്ടിൽ യുഡിഎഫിനെ പറ്റി പറയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പഞ്ചായത്തിനെ പറ്റി പറയും. മാത്രം മരിച്ചെടുത്ത് മാറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഞാൻ വേദന ആകൊരു മകൻ എന്റെ ബാപ്പ പോലെ പ്രവർത്തിച്ചവന്റെ ബാപ്പ ആകെ അയാൾക്കുള്ളത് ഒരു മകൻ അവൻ കച്ചേരി വന്ന ആളുകൂട് തർക്കിക്കാം. എന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇയാൾക്ക് പഞ്ചായത്ത് ഇയാൾ പരലോകത്തെ ഇയാൾ ചെക്കൂല പരലോകത്ത് ഇയാൾക്ക് ആകെ ഒരു മകനുള്ളതാണ് പഞ്ചായത്ത്. എന്റെ കാര്യം അത് പാടില്ല. മരിച്ചിടത്ത് മരിച്ച മയ്യത്തിനോട് അതവ് പാലിക്കണമെന്ന് കേരള ഘടനയിൽ സ്വഹാബത്ത് പഠിപ്പിച്ചു. അത് നിലനിർത്തിയത് സമസ്ത കേരള ജമഅത്തുൽ ഉലമാ സമസ്ത ചെയ്തു. നിങ്ങളുടെ നേതാവായ ഇതൊക്കെ നിങ്ങൾ നേതാക്കന്മാർക്ക് നടന്നിട്ടില്ലേ? ഒരു മനുഷ്യന് ഒരു മോമിനായ ഒരു മാന്യമായ മനുഷ്യന് ഒരു രോഗം വന്നാൽ മന്ത്രി ചോദിച്ച് വെള്ളം കുടിക്കാം എന്ന് ഹബീബാർക്കുള്ളതാണ് പരിപാടി. ഖുർആനോട് മന്ത്രിച്ചാൽ സിംഹയുണ്ടാകുമെന്ന് മുസ്ലിം പഠിപ്പിച്ചു. സ്വഹാബികൾ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു നാട്ടിലാരോടി വന്നു. മന്ത്രിക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ? സ്വഹാബികളെ നിങ്ങളുടെ കൂട്ടത്തിൽ വയ്യ കണ്ടതില്ല, ബോധം പോയി, ഒന്നുമില്ല, പോയി വയ്യ, ഇപ്പോൾ മരിച്ചോ അല്ലേന്ന് അറിയൂല. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോന്ന് ഒരു സംഘം ആ നാട്ടുകാർ വന്നത് സ്വഹാബികളോട് അന്വേഷിച്ചു.
അപ്പോൾ സ്വഹാബികൾ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ മന്ത്രിക്കാൻ കഴിയും, പക്ഷെ ഒരാളിലേക്കല്ലേ വിഷം ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഒരാൾ വന്നാൽ പോരെ. ആയിക്കോട്ടെ, ഒരാൾ വന്നാൽ മതി. അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ നോക്കി, അപ്പൊ ആളാണ് ഇത്, അമാശയും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആളാണ് അബൂ സഈദ് ഖുദരി. അപ്പൊ ബാക്കിയുള്ള സ്വഹാബി പറഞ്ഞു, അബൂ സഈദ് നിങ്ങൾ പോയി മന്ത്രിക്ക്, അയാൾക്ക് വിഷയത്തിൽ ആ നാട്ടിൽ ഒരാൾക്ക്. അങ്ങനെ അബൂ സഈദ് വരെ കൂടെ അങ്ങനെ തമാശക്കാരനാണ് അബൂ സഈദ് റളിയല്ലാഹു സ്വഹാബി. അപ്പൊ നടക്കുന്നതിനിടയിൽ അങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങനെ വന്ന് കൂടി തന്ന് അയാളെ പുറത്തൊക്കെ മാറിയ നിങ്ങളെന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ സമയം ഞങ്ങൾ നല്ല ചെറുപ്പതിപ്പെടുന്ന മുതൽ, ഞങ്ങൾ നല്ല മുതൽ എഴുതുന്നു. അതെന്താ നിങ്ങൾ നല്ല മുതൽ പറഞ്ഞു? ആടാണ്. ആട് കിട്ടുന്നു കേട്ടപ്പോൾ അബൂ സഈദിന് തൃപ്തിയായി. നേരെ അടുത്ത് ചെന്നു ഫാത്തിഹ തോന്നി, നേരെ തലയിൽ കൂടെ മന്ത്രിച്ചു. 3 ദിവസം ബോധം കിടന്ന ഈ മനുഷ്യൻ ഇങ്ങോട്ട് എഴുതിച്ചു. ആ നാട്ടിൽ നമുക്ക് ആ നാട്ടിലെ ഗ്രാമമുഖ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്താണ് ആര്. അക്കാലത്ത് ആ ഗ്രാമമുഖ്യനായിരുന്നു ആര്, ഈ വ്യക്തി. ആ നാട്ടോട് അതിൽ ഒരു കൂട്ടം ഒരു കൂട്ടം ഞാനിവിടെ തൽക്കാലം ഊടാതിരിക്കാൻ വേണ്ടി പറയാൻ പറ്റോ? അല്ല, ഞാനിവിടെ ഊടാൻ വരാൻ കേട്ടിട്ടില്ലല്ലോ. ഊടൻ ദീനാണ്, അതാദ്യം പഠിപ്പിച്ചു ഇല്ല. ഒരു കൂട്ടം ആടുകൾ, എത്ര 30 ആട്, ആടുകളെ കൂട്ടം കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ സഈദ് ഇങ്ങനെ തിരിച്ചു വന്നപ്പോ സ്വഹാബികൾ അടുത്തെത്തിയപ്പോ സ്വഹാബികളിൽ ചില ആളുകൾ അബൂ സഈദ് കളിക്കാം, നിങ്ങളോട് മന്ത്രിച്ചതാണല്ലേ പറഞ്ഞോളൂ, നിങ്ങളോട് ആടിനെ പിടിക്കണം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂര്യ വാങ്ങിയാൽ നിങ്ങൾ. അപ്പൊ അബൂ സഈദ് തിരിച്ച് അഭിപ്രായക്കേടായി. അപ്പോൾ കുറച്ച് വയസ്സന്മാരായ സഹാബികൾ പറഞ്ഞു, മദീന, നമ്മൾ മദീനയിൽ എത്തുമല്ലോ, അവിടെ ചോദിക്കാം, ഈ ആടിനെ പറ്റൂല എങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിക്കാം. അതല്ല പറ്റുമെങ്കിൽ അലാലായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട. ഓഹോ, നന്നായി തിരിച്ചുപോയി. മദീനയിൽ ചെന്നപ്പോൾ മദീന പള്ളിയിലേക്ക് കയറി. നബിയെ സംഭവമുണ്ടായി. ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ഓരോ കൂട്ടർ വന്നിട്ട് വിഷമേൽക്കുന്ന ചികിത്സക്ക് മന്ത്രിക്കാൻ പറ്റിയ ആളുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ അബൂ സഈദിനെ പറഞ്ഞു. അബൂ സഈദ് ഷർത്തൊക്കെ പറഞ്ഞ് കൂലിയാക്കി ആടിന്റെ കൂട്ടം കൊണ്ട് ഇങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് ബേജാറായി. ഈ ആടിനെ എടുക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങളുടെ സംശയം? ഒരു മനുഷ്യന് കിട്ടുന്ന കൂലിയിൽ ഏറ്റവും നല്ല കൂലി ഖുർആനോട് കിട്ടുന്ന കൂലിയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ കൂലിങ്ങൾ ഓരി വെക്കുമ്പോൾ ഒരു ഓഹരി എനിക്കും തരണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ പഠിപ്പിച്ചാൽ ഞാനാണല്ലോ. അപ്പൊ ആ ആടിനെ ഓടി വെക്കുന്ന കൂട്ടത്തിൽ ഓരോട് ഇപ്പൊ അവകാശപ്പെട്ടതാ. ഞാൻ ഓടിച്ചല്ലേ, ഞാൻ പറഞ്ഞല്ല നിങ്ങൾ ഫാത്തിഹ പഠിച്ചത്. ആ ഫാത്തിഹ ഓടിച്ചല്ലേ വിഷം ഇറങ്ങിയത്. എന്തിനായിരുന്നു ഹബീബായ നബി ചെയ്തത്? ഹബീബായ നബി ആടിന്റെ മോഹനായിട്ടല്ല, ഇഷ്ടപ്പെട്ട ധനം മാത്രമേ നബി സ്വീകരിക്കുള്ളൂ. അപ്പൊ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലാണ് ഏത്? മന്ത്രിച്ചൂടി കിട്ടുന്ന മുതലെന്ന് ഇവിടെ സ്വഹാബത്ത് പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കി ആര്? അവസ്ഥ. ഇത് ദീനല്ലേ? ഇത് ദീനല്ലേ? ഇത് മുത്തുനബി പഠിപ്പിച്ച ദീനല്ലേ? 4 ആള് കോട്ടത്തിൽ സമ്മാനം ഉണ്ടാക്കുന്ന വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട സത്യദീനല്ലേ? ഇങ്ങനെ അസ്ഹാബുൻ നബി മുസ്തഫ എന്ത് പഠിപ്പിച്ചു അത് പ്രാവർത്തികമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത. ദീനിന്റെ അഹിമ്മത്തിൽ ഇവിടെ വന്നല്ലോ നേതാക്കളുണ്ടായി. 40 കൊല്ലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. ഇസ്രായേൽ വരാൻ കാത്തു കിടന്ന ആൾ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. ഇസ്രായേൽ ഇതാ മരിക്കാൻ നേരത്ത് ഒരു മനുഷ്യന് യാസീൻ ഓതാൻ സുന്നത്ത. മരണം ഹാജരാകുന്നിടത്ത് യാസീൻ ഓതാം. അത് മരണത്തിന്റെ വെപ്രാളം ഉണ്ടാവുമ്പോഴാ പരിസരത്തുള്ളവർക്ക് അറിയാം. എന്നാൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് സുബഹി അടുക്കാനായപ്പോൾ ഉസ്താദ് പറഞ്ഞു, എല്ലാവരും കൂടെ വരി, യാസീൻ തുടങ്ങിക്കോളും.
യാസീനോട് ഓടി എന്നോടിയപ്പോൾ മെമ്മോറിയൽ ആശുപത്രിയുടെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. ബാങ്ക് എത്തിയപ്പോൾ അതാ യാസീൻ അവസാനിച്ചു. ബാങ്കിന് ഇങ്ങനെ ജവാബ് കൊടുത്ത് ബാങ്കിന്റെ അവസാനത്തെ വചനത്തോടും അതിനോടും പ്രാധാന്യപ്പെട്ട് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തോടും ജവാബ് ചൊല്ലി ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ് ആ ഒരു പ്രസ്ഥാനത്തോട് രാജിവെച്ച് ദുനിയാവിന്റെ ഏതെങ്കിലും ഭൗതികതയിൽ റഹ്മത്തുള്ള ചേരുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കുട്ടികളുടെ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ ആരുഭീകൾ കടന്നു വന്ന വഴിയാണത്. അവരുടെ ശിഷ്യനാണ് ശൈഖുൽ അസ്റാർ സിയം വലിയുള്ളാഹ്. ആരുടെ ശിഷ്യൻ? ആരാ? പ്രിയമാരാ, മരിച്ചവരെ ജീവിച്ചവർ സിയം വലിയുള്ളാഹ് അള്ളാഹുർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ദറജയേറ്റി കൊടുക്കട്ടെ. മരിച്ചവരെ ജീവിച്ചത് എത്രയായി, എത്ര തലേക്ക് മുണ്ടിടാൻ പോയ ആളുകളോട് പറഞ്ഞിടം മരിച്ചു. ഈമാൻ സലാമത്താവാൻ PK ബാബ സാഹിബ് തല പൊട്ടി വീണിട്ട് മെഡിക്കൽ കോളേജിലാക്കിയപ്പോൾ MC മായിൻ ഹാജി അടക്കമുള്ള ആളുകൾ പോയി. ഈ PK ഇന്ന് മരിച്ചിട്ടില്ല, MC മരിച്ചില്ല. ചോദിച്ചു ഞാൻ അവരിലൊക്കെ സമ്മതം വാങ്ങിയാ പറയുന്നത്. അവരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാടാകെ പറയും. പിന്നെ പുല്ലപ്പുണ്ടായ ഞങ്ങൾ മറുപടി ഉണ്ട്. അപ്പൊ അവരിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തെളിവ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. PK തല വീണ് തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാര് വിധി എഴുതി പറഞ്ഞു മരിക്കും, ഇതിന് മരുന്നില്ല, ബ്ലഡ് സർക്കുലേഷൻ നിന്നു, ഇനിയും ഇല്ല, ഇനി ശരിക്ക് ഡെത്ത് ഒറിജിനൽ ഡെത്ത് നടന്നതുപോലെ ഉണ്ട്, ഇനിയിപ്പോ നിങ്ങൾ കാണേണ്ട ഡെത്തേ ഉള്ളൂ, അത് കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ചുരുങ്ങിയത് ലാസ്റ്റ് നാളെ രാവിലെ 9 മണിയുടെയും 11 മണിയുടെയും ഇടയിൽ ആള് മരിച്ചുകൊണ്ടാവും. അപ്പൊ മായിനാജി അടക്കമുള്ളവർക്ക് തോന്നി എന്നാ CM ഈമാൻ സലാമത്താൻ അങ്ങനെയെങ്കിലും ഒന്ന് പറയാനോ. മൂപ്പന്റെ വീട്ടിൽ CM ഉണ്ടായിരുന്നു. നേരെ അവിടെ ചെന്നു CM പോയിട്ട് അവര് വീട്ടിലേക്ക് വാതിലടച്ച് രാത്രി ഇങ്ങനെ കിടക്കാൻ ഒരുങ്ങുന്ന നേരത്തെ ചെന്നു CM ഇത് പറഞ്ഞു. വാതിലടക്കുന്ന നേരത്തെ കിടക്കാൻ അർത്ഥമില്ല, അവർ രാത്രി ഒന്നും ഓർക്കില്ലാത്ത മഹാന്മാരാണ്. ചെന്നു CM പറഞ്ഞപ്പോ CM എന്തെന്ന് വെച്ചു, ഇതാ ബാവ മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആരെ പറഞ്ഞു? അപ്പൊ ഡോക്ടറുടെ പേര് വന്നു. അത് ചൂടായി. മരിക്കും എന്നാണ് വേറെ ഒപ്പനാരാന്ന് വെച്ചു. പിന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞു മരിക്കുമായിരുന്നു. ഓ പറഞ്ഞോണ്ട് ഇനി മരിക്കുന്നില്ല, മരിക്കുമായിരുന്നു, ഇനിയിപ്പോ തൽക്കാലം മരിക്കുന്നില്ല, ഈ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മരിക്കുന്നുള്ളൂ, പോയിക്കോ, ജീവൻ ഞാൻ കൊടുത്തിട്ടില്ല, പോയിക്കോ. അങ്ങനെ പറയാൻ പറ്റുന്ന അപ്പൊ നിങ്ങൾ തന്നെ കുഞ്ഞളാണല്ലോ. കുഞ്ഞളായ നമുക്ക് തന്നെ ബാക്ക് ബോണിനെ വിറയിൽ തുടങ്ങി പഠിച്ചോനെ ഞാൻ ജീവൻ കൊടുക്കുന്നു പറയാൻ പറ്റുമോ? അങ്ങനെയാണ് അള്ളാന്റെ ഔലിയാക്കന്മാര് പറയാം. ഞാൻ തിരുപ്പിക്കുമെന്ന് മഹാരായ ഞാൻ തിരുപ്പിക്കുമെന്ന് അങ്ങനെ പറയാ. ബഹുമാനപ്പെട്ട CM പറഞ്ഞത് ഇപ്പൊ മൈനാറ്റി ഇങ്ങനെ നിന്നോത്രേ. അപ്പൊ അകത്ത് പോയി ബാഗ് തുറന്ന് ഒരു 50 പൈസ എടുത്ത് എന്നാ ഇത് തൽക്കാലം കൈ കെട്ടി കൊടുക്കും, മരിക്കണില്ല. നാളെ 9 മണിയുടെയും 11 മണിയുടെ ഇടയിൽ മരിക്കുന്നല്ലേ അവൻ പറഞ്ഞേ. 9 മണിക്ക് കണ്ണു തുറക്കും, 11 മണിക്ക് എണീറ്റിരിക്കും. ഒരു ദിവസം കൊണ്ട് കണ്ണു കുടിക്കാനാവും, ഒരാഴ്ച കൊണ്ട് ആശുപത്രി വിടാം, ഒരു മാസം കൊണ്ട് ഇനിയും പ്രസംഗിക്കാം, അടുത്തൊന്നും മരിക്കൂല. മൈനാജി 50 വയസ്സും കൊണ്ട് ഇങ്ങനെ വന്ന് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിന്റെ കയ്യിൽ ഇത് കൊടുക്കാൻ നോക്കിയപ്പോൾ മൈനാജി ഓർത്തുത്തരെ എന്റെ കയ്യിൽ പൈസ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാൻ ക്ഷാമത്ത് പോയാലോ. നഴ്സിനോട് കെഞ്ചി ഞാൻ ആ ഐസിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇതൊന്ന് കെട്ടി സമ്മതം കൊടുത്ത് കെട്ടി. രാത്രി പരിശോധിക്കാൻ വന്ന ഡോക്ടർ ചോദിച്ചു എന്താ ഇപ്പൊ കയ്യിലൊക്കെ ഒരു കെട്ട്. അപ്പോൾ ഇവിടെ മൈനാറ്റിനെ പോലത്തെ ആളുകൾ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങളൊരാള് തന്നതാണ്. ഓ അപ്പൊ ഡോക്ടർ കളിയാക്കി ഇനി മരിക്കൂലായിരിക്കും. 2 മണിക്ക് പരിശോധിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നല്ല കാര്യം, ആരും പോകണ്ട. നേരെ 9 മണിയാകുമ്പോൾ കണ്ണട വന്നു, എണീറ്റിരുന്നു, കഞ്ഞി കുടിച്ചു, എണീറ്റാണെന്നു ആശുപത്രി വിട്ടു. പിന്നെ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ച ഡോക്ടർ മരിച്ചു, പാവം ഒന്നും വെച്ചിട്ടില്ല.
അങ്ങനെയാണ്. അത് CM. ആ CMന്റെ ഇഷ്ടപ്പെട്ട ഉസ്താദാണ് ആര്? ആ ശംസുലമ. 40 കൊല്ലം നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അള്ളാന്റെ ദീനിന്റെ പ്രസ്ഥാനമാണ്. അതിനുവേണ്ടി അധ്വാനിച്ചവന് അവന്റെ നന്നായ മതി സ്വർഗ്ഗം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിയ്യത്ത് എന്തിനു നന്നാവണം? നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലിനേക്കാൾ പ്രധാനം മുഅ്മിന്റെ നിയ്യത്തിനാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഭൗതികത ആലോചിച്ചല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ഏത് കർമ്മം അള്ളാഹു കൊണ്ട് ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ അള്ളാഹുവിന്റെ ദീനിയുടെ സത്യതയും പ്രാവർത്തികമാക്കിയത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളാണ്. അതെത്തിച്ചത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റസൂലുള്ളാഹ്. സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ബിദ്അത്തിന്റെ കക്ഷിയുടെ സ്വാധീനം വരുന്നത് വരെ ഏത് വൈകുന്നേരമായാലും ഒന്നിരിക്കൽ ഒരു മാല ചൊല്ലും, ഒരു ബൈത്ത് ചൊല്ലും, ഒരു ദിക്ർ ചൊല്ലും, എന്തെങ്കിലുമൊക്കെ ഖുർആനോടും. അതൊക്കെ നശിപ്പിച്ചു ബിദ്അത്തിന്റെ കക്ഷികൾ. ഇന്ന് അതേ സ്ഥാനത്ത് മുസ്ലിം പെണ്ണുങ്ങൾ സിനിമ കാണുന്നു. അത് കൊടുക്കാത്തൊരു എതിർപ്പില്ല. യാസീനൊക്കെ പാടില്ല. ഒരു ബിദ്അത്തിന്റെ കക്ഷിക്കാർ ഷബാബ് ഒരു 2 നേരം പേജ് നിറച്ച് എഴുതി വിട്ടതാ ഒരു ലേഖനം. എന്താ ലേഖനം? യാസീന്റെ പകുതായി പറഞ്ഞ ഹദീസ് എല്ലാം ലഈഫാണ്. ശരി, ഞാൻ എന്റെ മുന്നിൽ സമ്മതിക്കാണ്. ബിദ്അത്തുകാരാ, കേരള നദിവത്തിൽ മുജാഹിദീന്റെ പ്രവർത്തക, ഏത് കുഞ്ഞു മോനെ, നിനക്ക് തലച്ചോറുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു. ഈ ഇന്നല്ല, ഈ നാളെ സൗകര്യം ഉണ്ടെങ്കിൽ ആലോചിച്ചു. ഞാൻ എന്റെ മുന്നിൽ സമ്മതിക്കുന്നു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. വാദത്തിന് വേണ്ടി ഞാൻ എന്റെ മുന്നിൽ സമ്മതിക്കുന്നു. യാസീന്റെ പകരായി പറഞ്ഞ ഹദീസുകളെല്ലാം ലഈഫാണെന്ന് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. ഇങ്ങനെ വാക്കില്ല, എല്ലാം ഒഴിവാക്കിയാലും വൈകുന്നേരമായാലും ഒരു യാസീൻ പറയുന്ന ഈ പെണ്ണുങ്ങളും ആൺകുട്ടികളൊക്കെ പിന്നെ പറ അതൊഴിവാക്കി ആ സ്ഥാനത്ത് മമ്മൂട്ടിയാണ്. ഇതിനൊരു സംഘടന, ഇതിന് വേണോ ഒരു സംഘടന? ദീനം നശിപ്പിക്കാനൊരു സംഘടന വേണോ? ദീനിന്റെ അടിത്തറ തകർക്കാനൊരു സംഘടന വേണോ? കേരള നദുവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ചെയ്തതെന്താ? ദീനിന്റെ അടിത്തറ തകർക്കുക. വൈകുന്നേരം ഒരു ഹിന്ദുവാണെങ്കിൽ രാമരാമാമ ചൊല്ലും, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ കർത്താവേനൊരു പാട്ട് പാടും. ആ നേരത്തും മുസ്ലിം പെണ്ണുങ്ങളെ സിനിമ കാണാൻ മടിയില്ലാത്തവരാക്കിയതാരാ? വിദ്യാർത്ഥിന്റെ കക്ഷികളല്ലാതെ പിന്നെ ആരാ? ഹജ്ജാദിനെ കളിയാക്കി, മാലകൾ മൗലിദുകൾ കളിയാക്കി, മഹാന്മാരെ അപദാനങ്ങൾ പാടുന്നിടത്ത് പിശാച് വരികയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതെല്ലാം അതിവിടെ സ്ഥാപിക്കുകയാണ് സമസ്ത ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ 3 വടിയായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സുന്നി യുവജന. അതിന്റെ കൂടെ നിലകൊള്ളുക. അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സാണ്. ഈ വരുന്ന 14, 15, 16 തീയതികളിൽ സമസ്തയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായ സുന്നി യുവജന സംഘത്തിന്റെ ഐതിഹാസിക സമ്മേളനത്തിന് ആതിഥേയരാകാൻ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉലമാക്കൾ, സാദാത്യങ്ങൾ ഇവിടെ വരുമ്പോൾ പിന്നെ പാൽക്കടൽ കടക്കെ ജനലക്ഷങ്ങൾ ഒഴുകി വരുന്ന വൈകുന്ന അടുത്ത ദിവസങ്ങളിൽ ആതിഥേയരായ നിങ്ങൾ ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും സ്നേഹിച്ചും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും ദീനിന്റെയും ഒരു പുതിയ മേൽപ്പാലം കൂടി സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിന്റെ സത്യദീനിന്റെ പ്രസ്ഥാനമാണ്. അതിനെ തകർക്കാൻ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ സത്യദീനാണ്. അത് ബഹുമാനപ്പെട്ട ഉലമാ സാദാത്യങ്ങൾ വഴിയായി ഇവിടെ നിലനിൽക്കുന്ന ദീനിന്റെ അടിസ്ഥാന സ്വരമാണ്. അത് കിട്ടിയത് കൊണ്ടാണ് കേരളീയം അനുഗ്രഹീതരായിട്ടുള്ളത്. അള്ളാഹു ആ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. പാലക്കാട് സയ്യിദ് കുടുംബവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നേതൃത്വം നൽകുന്ന കേരളീയ സമൂഹത്തിന് ആ പരിശുദ്ധമായ മഹാവൃക്ഷ ചുവട്ടിൽ നിന്നാൽ മാത്രം മതിയാവും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മഹിതമായ പന്ഥാവിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉലമാഇനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു 10 വരി
നിന്ന് ചൊല്ലുക. നമ്മുടെ സമ്മേളനത്തിന് എല്ലാവിധ സന്തോഷവും നേട്ടവും റാഹത്തും ഉണ്ടാവുക. ഒരു 10 വരി പൂജ നിന്ന് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. يا أكرم الخلق ما بمن نلوذ به سواك عند حلول الهادئ العميم مولاي صل وسلم الخلق كلهم مدحه أنا ذاكر فضل الله أنا أشكر نعم الله شمس لمن سراجا